ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ R12ന്റെ ഇക്വേഷൻ എഴുതി. സിമിലർലി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇക്വേഷൻ R32ന്റെ എഴുതാം അല്ലെ? R32ന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ്? മുകളിലുള്ള ടേമുകളെല്ലാം ഒന്ന് തന്നെ. R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ഹോൾ ഡിവൈഡ് ബൈ, അത് മാത്രം വ്യത്യാസമുള്ളൂ. R32 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്. R32ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് എന്താ? ഇവിടെ ഈ സർക്യൂട്ടിൽ വരുമ്പോൾ ഏതാണ്? R1. അപ്പൊ നിങ്ങൾ എങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാരണം എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് നമുക്ക് വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് അല്ലാതെ ഇപ്പൊ R1 R2 R3 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത ഏത് വാല്യൂ കൂടെയാണ് നമുക്ക് പറയാനുള്ളൂ? ഏത് ക്വാണ്ടിറ്റി കൂടെയാണ് കണ്ടുപിടിക്കാനുള്ളത്? R12 R32 ആയി. ഇനി അടുത്ത വരുന്ന ഏതാണ്? R12 R32 R31 കൂടെ ഉണ്ട്. R23 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് സെയിം തന്നെ. ഞാൻ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്? R31 ഉണ്ട്. R31 ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? മുകളിലത്തെ ടേമുകളെല്ലാം സെയിം തന്നെ. R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ഹോൾ ഡിവൈഡഡ് ബൈ ഏത് എലമെന്റ് എടുക്കണം? മുകളിലത്തെ എടുക്കുമ്പോൾ R31 എടുക്കുമ്പോൾ ഏത് എലമെന്റാ വരിക? R31ന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഏത് വരും? R2 വരും. അപ്പൊ നമുക്ക് ആ ടേം R2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഈ രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ ഡെൽറ്റനെ സ്റ്റാർ ആക്കി. ഡെൽറ്റനെ സ്റ്റാർ ആക്കിയപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? R2 കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് R2ന്റെ അപ്പുറം ഇപ്പുറമുള്ള രണ്ട് റെസിസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി എല്ലാത്തിന്റെയും കൂടെ സം എടുത്തു. ഇനി തിരിച്ച് കൺവേർഷൻ ആയപ്പോൾ എന്താണ്? മുകളിലെ ടേം എന്ന് പറഞ്ഞാൽ എല്ലാ ടേമും കൂടെ രണ്ടെണ്ണം വീതം പ്രൊഡക്റ്റ് എടുത്തിട്ട് സം ചെയ്തു. താഴത്തെ ഡിവൈഡ് ചെയ്യുന്ന ടേം ഏതാണ്? ആ സർക്യൂട്ടിനകത്ത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അല്ലാതെ നമുക്കിത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ അത്ര ഈസി അല്ല. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാരഡേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ ആണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഫാരഡേ ആ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ട്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ്, ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് അനാലിസിസ് നടത്തിക്കൊണ്ടത്. പക്ഷെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, അങ്ങനെയില്ല. നമുക്ക് എന്താണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും തമ്മിൽ കണക്ട് ചെയ്ത് അനാലിസിസ് നടത്താം എന്നുള്ള ഇതിലേക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ബൾക്കായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഹൈ വാല്യൂസ് ജനറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് എല്ലാ ഇലക്ട്രിക്കൽ മെഷീൻസും വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ആണെങ്കിലും ഈവൻ അതായത് സ്റ്റാറ്റിക് മെഷീൻസ് ആണെങ്കിലും ഡൈനാമിക് മെഷീൻസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആക്കും. ആ മാഗ്നറ്റിക് എനർജി ആക്കി നമുക്ക് വേറൊരു ഫോമിലേക്ക്, മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ ആ ഫീൽഡിന്റെ എനർജി നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പം ആ സെക്ഷനകത്ത് നിന്ന് ഇതിന്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് സെക്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ പ്രത്യേകം ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? whenever a magnetic flux linked with a circuit changes, an EMF is induced in it. ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? whenever the magnetic flux linked with a circuit changes, an EMF is induced in it. ഓക്കെ. ഇനി നമ്മൾ അതിന്റെ സെക്കൻഡ് പോർഷൻ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സർക്യൂട്ട് ലിങ്ക് ചെയ്യുന്നിടത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്തിനോട് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. The second law states that the magnitude of the induced EMF is equal to the rate of change of flux linkages. അപ്പം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഉണ്ടാകുന്ന EMF-ഉം അതിന്റെ മാഗ്നിറ്റ്യൂഡും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് ഒരു ക്ലോസ്ഡ് കണ്ടക്ടർ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും.
അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചുമാണ് ഫാരഡേസ് ലോസ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി ഈ ഫാരഡേസിന്റെ ലോസിന്റെ കൂടെ തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്ന് നമ്മളോട് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫാരഡേസിന്റെ ലോ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? നമുക്ക് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് d/dt is equal to അല്ല പ്രൊപ്പോർഷണൽ ടു n/φ എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇതിനകത്ത് n കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് n/dφ/dt എന്ന് പറയാൻ പറ്റും. n എന്താ കാണിക്കുന്നത്? എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ നേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫാരഡേസ് ലോസ് കംപ്ലീറ്റ് ആവത്തില്ല. നമ്മൾ റെപ്രസെന്റ് ചെയ്യുക E = -n/dφ/dt എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഇത്രയും വോൾട്ട് ഉണ്ട്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് വോൾട്ട്. ഇനി ഈ ഫാരഡേസിന്റെ ലോസിന് നെഗറ്റീവ് സൈൻ വരാൻ കാരണം എന്താണ്? ഇത് നമ്മൾ ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലെൻസസ് എന്ന് പറയുന്ന ലെൻസസ് ലോ ആണ് പറയുന്നത്. മൈനസ് സൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലെൻസസ് ലോസ് എന്താ പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒപ്പോസിഷന്റെ ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലെൻസസ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോഴാണ് ഇതുപോലെ നെഗറ്റീവ് സൈൻ നമ്മുടെ സർക്യൂട്ടിൽ വരുന്നത്. The Lenses law states that the current which are induced due to the electromagnetic induction are in such a direction as to oppose the cause producing the. അപ്പം ലെൻസസ് ലോ ആണ് ഈ ഇഫക്റ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഏത് ഇഫക്റ്റ്? ഈ നെഗറ്റീവ് സൈന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഡിപ്ലോമ ലെവലിന് വന്ന പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A flux of 1 milliweber, a flux of 1 milliweber linked with a coil of 100 turns is reversed in 0.5 seconds. What is the value of induced EMF? Is reversed in 0.5 seconds. What is the value of induced EMF? Question ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. A flux of 1 milliweber linked with a coil of 100 turns is reversed in 0.5 seconds. What is the value of induced EMF? ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണുമല്ലോ അല്ലെ? ഓക്കെ, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്താണ്? E is equal to n/dφ/dt. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? n/dφ/dt. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ആദ്യം എഴുതാം. നമുക്ക് തന്നേക്കുന്നത് എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. n is equal to 100 turns. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ 100 ടേൺസ് എന്നുള്ള കോയിലില് ആദ്യമേ ഇനീഷ്യലി എത്ര മില്ലിവെബർ ആയിരുന്നു അതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലക്സ്. നമ്മൾ ഇനീഷ്യൽ ഫ്ലക്സിനെ നമ്മൾ φ1 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വിചാരിക്കുക. ഇനീഷ്യൽ ഫ്ലക്സ് is equal to φ1. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 milliweber. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 × 10⁻³ വെബർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ റിവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഫൈനൽ ഫ്ലക്സ് എന്തായിരിക്കും? φ2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നതാണ്. അത് മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? -1 × 10⁻³ വെബർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 100 ടേൺസ് ഉള്ള ഒരു സർക്യൂട്ട് ആണ്. അതിന്റെ ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1 × 10⁻³
-3 വെബർ ആണ്. ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത് -1 × 10⁻³ വെബർ ആണ്. ഓക്കെ, റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാ. ഇനി നമ്മൾ ഈ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം പറയുന്നുണ്ട്. T = എന്താണ് 0.5 സെക്കൻഡ്സ് എന്നാണ് ക്വസ്റ്റിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? d∅ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആ. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുക ∅1 ∅2 ഒക്കെ. അപ്പൊ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ∅1 - ∅2 അത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 5 സെക്കൻഡ്സ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് EMFന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? E = N × d∅ സ്ഥാനത്ത് എന്ത് എഴുതണം? ഇവിടെ എന്താ വരിക? ∅1 - ∅2 വരും അല്ലെ? അതുപോലെ തന്നെ ടൈം എത്രയാ വന്നിരിക്കുന്നത്? ടൈം ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടേക്കുന്നത് എത്രയാണ്? 0.5 സെക്കൻഡ്സ്. അപ്പൊ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞു തന്നിട്ട് ചെയ്ത് നോക്കിക്കേ. $100 × ∅1 - ∅2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് വരും? 1 × 1 മില്ലി വെബർ -1 മില്ലി വെബർ എന്ന് വരും അല്ലെ? അപ്പൊ 2 മില്ലി വെബർ നമുക്ക് ഈസി ആയി എഴുതാം. അപ്പൊ 2 × 10⁻³ എന്ന് വരും, ഡിവൈഡ് ബൈ 0.5. എത്ര കിട്ടി? എത്ര വോൾട്ടേജ് കിട്ടി? 4 വോൾട്ട് അല്ലേ മിസ്സേ? 0.4 അല്ലേ? ആ, 0.4. 0.4 വോൾട്ട് അല്ലേ? ഹലോ, ആ ഓക്കെ, 0.4 കിട്ടി. ആ, 0.4. മിസ് ഇക്വേഷനിലെ മൈനസ് ആദ്യം കൺസിഡർ ചെയ്യണ്ട. അപ്പം E = -N × d∅/dt കൺസിഡർ ചെയ്യണ്ട. വേണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് അല്ല, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിന് മൈനസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇപ്പൊ മൈനസ് ഇട്ടാണ് വാട്ട് ഈസ് ദി ഇൻഡ്യൂസ്ഡ് EMF എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. മൈനസ് ഇട്ട ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലെൻസസ് ലോ വെച്ച് തന്നെ ചെയ്യാം. നോർമലി ഇപ്പൊ ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ മൈനസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് 0.4 ഓപ്ഷനിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ 0.2 അങ്ങനെ ഏതാണ്ടൊക്കെയാ. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യുന്നവർക്ക് 0.4 കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ അതിന്റെ സൈനിനെ കുറിച്ച് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നിങ്ങളുടെ സിലബസിനകത്ത് അങ്ങനെ പർട്ടിക്കുലർലി പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മള് DC അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സപ്ലൈ യൂസ് ചെയ്തിട്ട് നമ്മൾ 2 രീതിയിലാണ് അത് വർക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട്, ഒന്ന് അതിനെ ജനറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും, ഒന്ന് ഇലക്ട്രിക്കൽ മെഷീൻ മോട്ടർ ആയിട്ടും വർക്ക് ചെയ്യും. അപ്പൊ 2 കേസിലും നമുക്ക് ഇൻഡിവിജ്വലി ഉണ്ടാകുന്ന വോൾട്ടേജ് കൺവേർഷൻ അല്ലെങ്കിൽ കറണ്ട് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഇക്വേഷൻസും കൂടെ അറിയാം. അതും മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ITI ലെവലിലുള്ള ഈവൻ എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ടർ ഗ്രേഡിലേക്കോ അങ്ങനെ എങ്ങാണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, കാരണം ബേസിക് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 രീതിയിലാണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ ഈ ജനറേറ്റർ കേസ് അല്ലെങ്കിൽ മോട്ടോർ കേസ് പറയുന്നത്. ഒന്നെന്താണ്, നമ്മളൊരു EMF അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കണ്ടക്ടർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടറിനകത്ത് ഒരു റൊട്ടേഷൻ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ആക്ഷൻ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നത്? മോട്ടറിങ് ആക്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു റൊട്ടേറ്റിംഗ് കണ്ടക്ടർ നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ രണ്ടും എന്താണ്? അപ്പുറം ഇപ്പുറം ആണ് അല്ലെ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു സിംഗിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മളൊരു സിംഗിൾ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMF, ഒരു സിംഗിൾ കണ്ടക്ടർ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ചാണ് പറയുന്നത്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. ഇപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിലേ ഈ ഇക്വേഷൻ പറ്റുള്ളൂ. E = BLV sin θ. BLV sin θ. അപ്പൊ ഒരു സിംഗിൾ കണ്ടക്ടർ ആണ്.
അത് ബി വെബേഴ്സ് പെർ മീറ്റർ സ്ക്വയർ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡില് വി വെലോസിറ്റിയില് എൽ ലെങ്ത് ഉള്ള കണ്ടക്ടർ ആണെങ്കിൽ അതിലുണ്ടാകുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് ബി എൽ വി സൈൻ തീറ്റ. ഇതിന്റെ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? ബി എൽ വി ആയിരിക്കും അല്ലെ? സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ ആയിരിക്കുമല്ലോ ഇതിന്റെ മാക്സിമം വാല്യൂ വരും. അപ്പൊ അതിന്റെ മാക്സിമം വാല്യൂ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. ഓക്കെ, ഇനി നമ്മള് ഈ സൈൻ തീറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം എപ്പോഴും കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ആ ആംഗിളും കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇതെന്താണ്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇക്വേഷൻ ആണ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് മോട്ടറിംഗ് ആക്ഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? മോട്ടറിംഗ് ആക്ഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതേ സെയിം ഇക്വേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മോട്ടറിംഗ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ബി ഐ എൽ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് ഫ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലെങ്ത് ഉണ്ട്. ഇവിടെ എന്താ മാറിയത്? മറ്റേടത്ത് നമ്മൾ ആദ്യമേ പറയുന്ന മോട്ടറിംഗ് ആക്ഷൻ അല്ല ജനറേറ്റിംഗ് ആക്ഷൻ എന്താണ് നമ്മൾ ടർബൈൻ കറക്കി, അല്ലെങ്കിൽ എന്താണ് മോട്ടോർ ഷാഫ്റ്റ് കറക്കി. അപ്പൊ എന്താണ് അവിടെ നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയാണ്, വെലോസിറ്റി ആണ്. അപ്പം വി സൈൻ തീറ്റ വന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ മോട്ടറിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കറണ്ട് കൊടുത്തിട്ട് ഒറ്റ ഒരു കേബിളിൽ അല്ലെങ്കിൽ ഒറ്റ ഒരു കണ്ടക്ടറിൽ ഒറ്റ ടേണിൽ ഓഫ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഇത്. എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ഇതിന്റെ മാക്സിമം വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്താണ് ബി ഐ എൽ തന്നെയാണ് ഇവിടെ മാക്സിമം വാല്യൂ എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഓർത്തിരിക്കുക. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബി എൽ വി സൈൻ തീറ്റ, അതുപോലെ തന്നെ ബി ഐ എൽ സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. എ സിയുടെ ഇക്വേഷൻസ്, അതായത് ഈ പറയുന്നത് പോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഒക്കെ നമുക്ക് എങ്ങനെയാണ് എ സി സർക്യൂട്ട്സിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ എ സിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. RMS വാല്യൂ, ആവറേജ് വാല്യൂ, അതിന്റെയൊക്കെ കൺവേർഷൻ ഓർത്തിരുന്നാൽ മതി. അല്ലാതെ അതിന്റെ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ഡെറിവേഷൻ അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ നമ്മൾ ആവറേജ് വാല്യൂവിന്റെ ഒരു ഇക്വേഷൻ, എത്രയാണ് ആവറേജ് വാല്യൂ വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ RMS വാല്യൂ എത്രയായിരിക്കും വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അത് തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു സർക്യൂട്ടിന്റെ അകത്തെ RMS വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? RMS വാല്യൂ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പൊ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. RMS വാല്യൂന്റെ ഇക്വേഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്. പ്രോബ്ലം ചെയ്യാനായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല, ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. RMS വാല്യൂ എത്രയാണ് കിട്ടുക? ഓക്കെ, അപ്പൊ നമുക്ക് RMS വാല്യൂ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കാം. RMS വാല്യൂ നോർമലി നമ്മളോട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും പറയുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ ടേമും എന്ത് തന്നെയാണ്? RMS വാല്യൂ തന്നെയാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് IM/√2. IM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആയിരിക്കും. നമ്മൾ ഒരു ഇൻസ്റ്റന്റേനിയസ് വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ആ വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂയാണ് നമ്മൾ IM എന്ന് എഴുതുന്നത്. ആ IM/√2നെയാണ് നമ്മൾ IRMS എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 1/√2 ഒക്കെ കാണാതെ പഠിക്കണം, എന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ എളുപ്പമുള്ളൂ. അപ്പൊ 1/√2ന്റെ വാല്യൂ എത്രയാ? 1/√2 = 0.707. നോട്ട് 7. അപ്പം 0.707 IM-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? IRMS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആവറേജ്, ഇതെല്ലാം സിൻസോയിഡൽ വേവ് ഫോം ആണെങ്കിലാണ് കേട്ടോ. സിൻസോയിഡൽ വേവ് ഫോം ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഇത് RMS വാല്യൂ. ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്ത ടേം ആണ് ആവറേജ് വാല്യൂ. I average is equal to 2IM/π. 2IM/π ആവറേജ് വാല്യൂ. ഇത് കറണ്ട് ആണെങ്കിൽ IM എന്ന് എഴുതും, വോൾട്ടേജ് ആണെങ്കിൽ എന്താണ്? VM എന്ന് എഴുതും കേട്ടോ.
ഇപ്പൊ ഞാൻ RMS വാല്യൂ പറഞ്ഞപ്പോൾ കറണ്ടിന്റെ ടേമിൽ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ഇക്വേഷൻ വോൾട്ടേജിന്റെ ടേമിൽ നമുക്ക് എങ്ങനെ എഴുതാം? VRMS is equal to VRMS ആണ് എഴുതുന്നതെങ്കിൽ VRMS is equal to VM/√2 എന്ന് എഴുതാം അല്ലെ? അതുപോലെ തന്നെ ഇവിടെ V ആവറേജ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? V ആവറേജ് is equal to 2VM/π എന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 2VM/π. ഇനി ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും. പീക്ക് ഫാക്ടറും അതുപോലെ തന്നെ എന്താണ് ഫോം ഫാക്ടറും. അപ്പൊ അതെന്താണെന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. പീക്ക് ഫാക്ടർ is equal to the ratio of maximum value to RMS value. maximum value to RMS value. അതിനെയാണ് നമ്മൾ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പീക്ക് ഫാക്ടറിന്റെ വാല്യൂ എത്രയായിരിക്കും നോർമൽ കേസിൽ? സോറി, സിൻസോയിഡൽ വേവ് ഫോം ആണെങ്കിലോ മാക്സിമം വാല്യൂ നമുക്ക് ഹലോ VM ആയിരിക്കും. VM ആയിരിക്കുമോ? പീക്ക് ഫാക്ടർ √2 VM അല്ല, മാക്സിമം വാല്യൂ VM ആയിരിക്കും. ഡിവൈഡഡ് ബൈ VM/√2. VM/√2. അപ്പൊ എന്താണ് 0.707 VM എന്ന് വരും അല്ലെ? അപ്പൊ നമ്മളത് പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്തോണ്ടിരിക്കാൻ നേരമില്ലേ, വാല്യൂ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്തൊരു VM വെട്ടിപ്പോകും 1/0.707 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.412 സൈൻ വേവിന്റെ പീക്ക് വാല്യൂ. ഓക്കെ, ഈ റേഷ്യോ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ എന്ന് പറഞ്ഞ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ 1.412 അങ്ങനെയായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് എന്ത്? ഫോം ഫാക്ടർ. അപ്പോൾ ഫോം ഫാക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. അപ്പൊ നമുക്ക് ഈ റേഷ്യോയും നമുക്ക് ഇതുപോലെ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. RMS വാല്യൂനെയും ആവറേജ് വാല്യൂനെയും നമുക്ക് IMന്റെ ടേമിൽ എഴുതാം. ഇപ്പൊ 2VM/π എന്ന് നമ്മൾ ഇവിടെ എഴുതി അല്ലെ? 2VM/π. ഈ 2VM/πക്കകത്ത് 2/πയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 2/π എന്ന് പറയുന്ന 0.637 ആണ് വരുന്നത്. ഇപ്പൊ 637 VM അല്ലെങ്കിൽ 0.637 I എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? RMS വാല്യൂന്റെ വാല്യൂ എത്രയാണ്? IM/√2 അല്ലെ? 0.707 IM അല്ലെങ്കിൽ VM എന്നാണ് നമുക്ക് റെപ്രസെന്റ് VM. ആവറേജ് വാല്യൂ എത്ര കിട്ടിയ? 0.637 VM. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 0.707 0.637 തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫാക്ടർ ആണ് എന്ത്? 1.11. ഫോം ഫാക്ടർ 1.11 എന്നുള്ളത്. ഇപ്പൊ സിൻസോയിഡൽ വേവ് ഫോം ആണെങ്കിൽ ഫോം ഫാക്ടറും അതുപോലെ തന്നെ RMS വാല്യൂ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. An alternating current is given by I is equal to 62.35 sin 323t. 62.35 sin 323t. Okay. Find പരീക്ഷയ്ക്കകത്ത് ഒരു കാര്യം കണ്ടുപിടിക്കാനായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഫൈൻഡ് മാക്സിമം വാല്യൂ, ഫ്രീക്വൻസി, RMS വാല്യൂ, ആവറേജ് വാല്യൂ, പീക്ക് ഫാക്ടർ ആൻഡ് ഫോം ഫാക്ടർ. പരീക്ഷയ്ക്ക് അങ്ങോട്ട് ചോദിച്ചിരുന്ന ഫോം ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. നമുക്ക് കുറയ്ക്കണ്ട, എല്ലാം ചെയ്ത് നോക്കാം. പിന്നെ ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്ത് എളുപ്പത്തിൽ പരിപാടി കഴിക്കാലോ. വേറെ ക്വസ്റ്റ്യൻ കാര്യമില്ല. An alternating current is given by I is equal to 62.35 into sin 323t. Determine the maximum value, frequency, RMS value, average value, form factor and peak factor. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന കാര്യം എന്താണ്? ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ് Imax എത്രയാണ്? നോർമലി സൈൻ വേവിന്റെ 62.35. 62.3. നോർമൽ ഇക്വേഷൻ I is equal to IM sin ωt എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ IM നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 62.35. ഓക്കെ, ഇനി നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫ്രീക്വൻസി
ഒമേഗ ടി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഒമേഗ എന്ന് omega പറയുന്നത് 2 pi. ഒമേഗ ബൈ 2π. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് അല്ലെ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. അപ്പൊ അതിനകത്ത് ഈസി ആയിട്ട് എഫ് എഴുതാം, ഒമേഗ ബൈ 2π. ഇനി ആരെങ്കിലും അങ്ങനെ തന്നെ ഫിസിക്കൽ ഒമേഗ ബൈ 2π എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെ ഓർത്തിരുന്നു കേട്ടോ. തിരിച്ച് ഇങ്ങനെ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്നാണ് ഓർത്തിരിക്കുന്നെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക. ഇപ്പൊ ഫ്രീക്വൻസി എത്ര കിട്ടുമെന്ന് നോക്കിക്കേ. അത് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ ഒമേഗ നമുക്ക് എത്ര തന്നിരിക്കുന്നത് ക്വസ്റ്റിനകത്ത്? ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 323 അല്ലേ. അപ്പം 323 ഡിവൈഡ് ബൈ 2π എത്ര കിട്ടി? ഫ്രീക്വൻസി എത്ര കിട്ടി? 51.43. 51.43. 51.43 എന്ന് കിട്ടും അല്ലെ. 51.43 ഹെർട്സ്. യൂണിറ്റ് ഓർക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഹലോ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഹെഡ്സ് അല്ലേ മിസ് എന്ന് വെച്ചാൽ? അതെ, ഹെഡ്സ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള എന്താണ്? RMS വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. RMS വാല്യൂന്റെ ഇക്വേഷൻ എന്താണ്? Im/√2 അല്ലെങ്കിൽ നമുക്ക് എന്താണ് 0.707 ഇൻറ്റു IM. IM-ന്റെ വാല്യൂ എത്രയാണ്? 62.35. 62.35. അപ്പൊ എത്ര കിട്ടും? നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പം മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അല്ലാതെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒട്ടും സ്പീഡില്ലാതെ ചെയ്യും. പറ്റുമെങ്കിൽ നിങ്ങളൊരു 16 വരെയുള്ള ടേബിളൊക്കെ പഠിച്ച് വാല്യൂ എത്ര കിട്ടി? 48. 44.0. 44 എനിക്ക് 44.09 അങ്ങനെ കണ്ട് കിട്ടി. 44.1 08 എങ്കിൽ 08. ഓരോരുത്തരുടെ കാൽക്കുലേറ്ററിന്റെ മോഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. എനിവേ 44 സംതിങ് കിട്ടിയല്ലോ അല്ലെ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? 48 കിട്ടിയ ആൾക്ക് എങ്ങനെയാ? 48 എങ്ങനെയായത്? ഹലോ, അത് മിസ്സേ കൂട്ടിയപ്പോ തെറ്റിയതാ. ഓക്കെ. ശരി. കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എക്സ്ട്രാ പഠിക്കുവാണെങ്കിൽ നല്ലതാ. 12 വരെയോ 16 വരെയൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അധികം സമയമില്ല. നെക്സ്റ്റ് ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് 25 വരെയുള്ള സ്ക്വയറും കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റഫ് ഐഡിയ ഇന്നതൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം 25ന്റെ സ്ക്വയർ 625 അറിയാമെങ്കിൽ 24ന്റെ സ്ക്വയർ അതിന്റെ താഴെയായിരിക്കും. അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ RMS വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചേ. ആവറേജ് വാല്യൂന്റെ ഇക്വേഷൻ എന്താ? ആവറേജ് വാല്യൂ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു IM/π അല്ലെങ്കിൽ 0.637 ഇൻറ്റു IM എന്ന് ഓർത്താലും മതി. എത്ര കിട്ടും ആവറേജ് വാല്യൂ എന്ന് കണ്ടുപിടിച്ചേ. ആവറേജ് വാല്യൂ $39.8 ആണ് മിസ്. 39.8 കിട്ടും. അത്രയും വോൾട്ട്. ഇനി നമുക്ക് രണ്ട് ഫാക്ടേഴ്സും കൂടെ കണ്ടുപിടിക്കാം. എന്താണ്? ഫോം ഫാക്ടർ ഉണ്ട് അല്ലേ. ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? ഫോം ഫാക്ടർ ഹീറ്റ് ഫാക്ടർ ഇവിടെ കണ്ടുപിടിക്കണം. അത് ഓൾറെഡി ആ വാല്യൂ തന്നെ അല്ലേ മിസ് വരിക? അതെ, ഞാൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി 1.4 പറഞ്ഞത്. അത് തന്നെ കിട്ടത്തുള്ളൂ. ചെയ്യാൻ മീൻസ് ആർക്കെങ്കിലും അങ്ങനെ അല്ലാതെ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഫോം ഫാക്ടർ 1.11 തന്നെ കിട്ടത്തുള്ളൂ ചെയ്ത് കഴിഞ്ഞാൽ. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. 1.11ഉം 1.412 ഉണ്ടെങ്കിൽ അതങ്ങ് മാർക്ക് ചെയ്താൽ മതി. ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. പക്ഷെ ആ ഇക്വേഷൻ ഓർത്തിരിക്കണം ഏത് റേഷ്യോ ആണെന്ന്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എത്രത്തോളം ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ഫോം അതിന്റെ ഒരു മെഷർമെന്റ്. അപ്പൊ അതിന്റെ RMS വാല്യൂയും ആവറേജ് വാല്യൂയും തമ്മിലുള്ള റേഷ്യോ ആണ്. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ മാക്സിമം എത്ര കിട്ടും, നമ്മൾ നോർമലി പറയുന്ന എത്രയുണ്ടോ അത് തമ്മിലുള്ള ഒരു റേഷ്യോ എടുക്കുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും കണക്ഷൻ വെച്ച് ഓർത്തിരിക്കുക, ഇല്ലെങ്കിൽ എനിക്ക് ഇത് കൺഫ്യൂഷൻ ആവും. മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണോ, RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണോ എന്ന് മാറിപ്പോകാം. അപ്പൊ പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, മാക്സിമം പീക്ക് പോയിന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ആ റേഷ്യോ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക, മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. ഇനി നമ്മൾ ഫോം ഫാക്ടർ പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ വേവ് ഫോമിന്റെ ഷേപ്പുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ നമ്മൾ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ അങ്ങനെ ഓർത്തിരിക്കാം. വേറെ എന്തെങ്കിലും ടെക്നിക്കൽ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരുന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിനകത്ത് പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ എന്തെങ്കിലും ചാൻസ് ഉള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലാഗിങ് ലീഡിംഗ് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലെ. വോൾട്ടേജ് പുറകിൽ പോവാണോ മുന്നിൽ പോവാണോ, അല്ലെങ്കിൽ കറണ്ട് വേവ് ഫോം നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് കൺസിഡർ ചെയ്യും. ആ റെഫറൻസിൽ നിന്ന് അടുത്ത വെക്ടർ എത്രത്തോളം ബാക്കിലാണ് അല്ലെങ്കിൽ ഫ്രണ്ടിലാണ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാഗിങ് അല്ലെങ്കിൽ ലീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 3 ടൈപ്പ് സർക്യൂട്ട്സിന്റെ അനാലിസിസ് പറയുന്നുണ്ട്. AC ആണോ DC ആണോ, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുക, കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലൂടെ AC പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറണ്ടും ഒക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഏറ്റവും അറിയാം, സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. അതാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പം AC ത്രൂ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. അപ്പൊ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലൂടെയാണ് നമ്മുടെ കറണ്ട് ഫ്ലോ എങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് വോൾട്ടേജ്. കറണ്ട് വരുമ്പോൾ എന്താണ്, അവിടെ ഒരു മാഗ്നിറ്റ്യൂഡിന് ഒരു ഡിപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സെയിം ഫേസിലൂടെ തന്നെയായിരിക്കും ക്രോസിങ് വരിക. ഇത് രണ്ടും ഒറ്റ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ രീതിയിലായിരിക്കും പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും വേവ് ഫോം വരയ്ക്കാൻ പറ്റുക. ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു റെസിസ്റ്റീവ്. ഹലോ, ഓക്കെ. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് വരാൻ. ഇനി ഇങ്ങനെയുള്ള സർക്യൂട്ടിനകത്ത് നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതാം. V = I × R എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പവറിന്റെ വാല്യൂ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P = പവർ. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ പവർ എന്ന് പറയുന്നതാണ് V²/R അല്ലെങ്കിൽ I² × R എന്ന് നമുക്ക്, അല്ലെങ്കിൽ VI വാട്ട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പവർ കണ്ടുപിടിക്കാം. അപ്പൊ പവർ, ഈ സർക്യൂട്ടിലെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാ ഇൻസ്റ്റന്റിലും വോൾട്ടേജ് പോസിറ്റീവ് ആയപ്പോൾ കറണ്ടും പോസിറ്റീവ്, വോൾട്ടേജ് നെഗറ്റീവ് ആയപ്പോൾ കറണ്ട് നെഗറ്റീവ്. അപ്പൊ നമ്മൾ പവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ്, പവർ എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്ന പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ പോസിറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് കിട്ടുന്ന ഇത് റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്തായിരിക്കും. ഓക്കെ. ഇനി അത് ഹീറ്റ് ആയിട്ടായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്താണ് അടുത്ത് ജസ്റ്റ് നോക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. AC ത്രൂ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇവിടെ ഒരു ഇൻഡക്ടർ വെക്കാം. ഇൻഡക്ടർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു വോൾട്ടേജ് സോഴ്സ് AC കൊടുത്തു. ഈ സർക്യൂട്ടിലൂടെയുള്ള നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഇതിലൂടെയുള്ള കറണ്ടിന്റെ വോൾട്ടേജിനെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം ആണെങ്കിൽ
ഇൻഡക്ടറിന്റെ നേച്ചർ കൊണ്ട് ഇൻഡക്ടർ വോൾട്ടേജിനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് കുറച്ച് ലാഗ് ചെയ്താണ് സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് വരിക. അപ്പം വോൾട്ടേജ് 90 ഡിഗ്രി ആകുമ്പോൾ മാത്രമാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ രീതിയിലായിരിക്കും വേവ് ഫോംസ് വരിക. അപ്പൊ ഈ മോളിൽ കാണിച്ചിരിക്കുന്ന വേവ് ഫോം എന്ന് പറയുന്നത് ഇത് വോൾട്ടേജിന്റെ വേവ് ഫോം, ഇത് കറണ്ടിന്റെ വേവ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അത് നമുക്ക് എങ്ങനെ പറയാം? π/2 എന്ന് പറയാം അല്ലെ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് V Vm sin ωt എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് I എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? I Im sin ωt മൈനസ് 90 ഡിഗ്രി അല്ലെങ്കിൽ മൈനസ് π/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ കേസിൽ നമ്മൾ പവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നോക്കിക്കേ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എടുക്കുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിൽ എടുക്കുകയാണെങ്കിൽ ഇവിടം വരെ വരുമ്പം സർക്യൂട്ടിൽ ഇവിടം വരെ വരുമ്പോൾ എന്താണ്? ഇതിന് ഈ വേവ് ഫോമിന് ഇപ്പുറത്തേക്ക് ഒരു പാർട്ടുണ്ട് അല്ലെ. ഇത് നമുക്ക് ഇവിടെ തൊട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെയാണെങ്കിൽ എന്താണ്? ഇത്രയും സെക്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഈ ഒരു ഏരിയ എടുക്കുവാണെങ്കിൽ എന്താണ്? വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ആണ്. നമുക്ക് പോസിറ്റീവ് പവർ ഇവിടെ കിട്ടും. ഇവിടെ വരുമ്പോൾ എന്താണ്? കറണ്ട് പോസിറ്റീവ് ആണ്, പക്ഷെ വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോയി. അപ്പൊ നമുക്ക് ഇവിടെ ഈ സെക്ഷനിൽ നെഗറ്റീവ് പവർ കിട്ടും. വീണ്ടും ഈ ഇവിടെ തൊട്ട് ഇവിടം വരെ എന്താണ്? രണ്ട് ക്വാണ്ടിറ്റിയും നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? പോസിറ്റീവ് പവർ കിട്ടി. അപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവറുകൾ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നെഗറ്റീവ് പവർ എന്താണ്? റിയാക്റ്റീവ് പവർ ആണ്, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പവർ ആണ് ഈ സർക്യൂട്ടിൽ വരുന്നത്. ഇനി ഇതിന്റെ നമ്മൾ ഈ കറണ്ട് വേവ് ഫോം നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാമെങ്കിൽ എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അപ്പൊ ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പവർ കണ്ടുപിടിക്കാമെങ്കിൽ എന്താണ്? വോൾട്ടേജ് പോസിറ്റീവ്, കറണ്ട് നെഗറ്റീവ്. അപ്പൊ എന്ത് വരും? ഇത് നെഗറ്റീവ് പവർ തന്നെയായിരിക്കും സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 90 ഡിഗ്രി ഫേസ് ലാഗ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഓർത്തിരുന്നാലും മതി എന്ന് പറഞ്ഞിരുന്നു. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇൻഡക്ടർ ആണ് നടുക്ക്, എല്, വോൾട്ടേജ് ആദ്യമേ, കറണ്ട് പുറകെ. ഓക്കെ, ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. ഇനി നമുക്ക് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇനി ഇതിനകത്ത് ഇത് ഈ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇൻഡക്ടർ സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ XL. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πf × L. അപ്പൊ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കൂടും. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ഇനി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണ്? ഓമിലും. ഇൻഡക്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിറ്റ് ഹെൻറിയുമാണ്. ഓക്കെ, ഒമേഗയുടെ യൂണിറ്റ് ഏതാണോ? റേഡിയൻ പെർ സെക്കൻഡ്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ചിലപ്പം ഈ 2πf പകരം ωL എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ 2πf നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ്? XL ωL എന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ പവർ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ പവർ ഫ്ലോ ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ ഇവിടെ ഡയഗ്രാം വരച്ചായിരുന്നു. നമ്മൾ പവർ ഫ്ലോ എടുക്കുമ്പം അതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ. ഒരിടത്ത് പോസിറ്റീവ് ആണെങ്കിൽ അടുത്തടുത്ത് നെഗറ്റീവ്. അപ്പൊ അത് തമ്മിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്കൊരു പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിലുള്ള പവർ എന്തെന്ന് പറയാൻ പറ്റും? 0 എന്ന് പറയും. അപ്പം ആവറേജ് പവർ ഡിമാൻഡ് ബൈ എ പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം ആവറേജ് പവർ ഡിമാൻഡ് 0 ആണ്. പക്ഷെ ഇതിന്റെ മാക്സിമം പവർ ഉണ്ട്, മാക്സിമം ഇൻസ്റ്റന്റേനിയസ് പവർ ഉണ്ട്. ആവറേജ് പവർ ഡിമാൻഡ് 0 ആണ് പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. ആവറേജ് പവർ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു 0 ആൻഡ്